കേരളം അതിഭീകരമായി അഭിമുഖീകരിക്കേണ്ടി വന്ന മഹാപ്രളയത്തിന് 2 ആഴ്ച മുമ്പാണ് ഈ യാത്രാ വീഡിയോ ഞാൻ ചിത്രീകരിച്ചത്. ഈ യാത്രാ വീഡിയോ ഇത്രമേൽ വൈകിയതിന് കാരണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോയിട്ട് ഒന്ന് എഡിറ്റ് ചെയ്യാൻ കൂടി മനസ്സ് വന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കേരളം കണ്ട ഭയാനകമായ പ്രളയം, ലക്ഷക്കണക്കിന് ആളുകൾ ദുരന്തത്തിലകപ്പെട്ടത് വളരെ ഞെട്ടലോടെ തന്നെയാണ് ലോകം മുഴുവൻ നോക്കിക്കണ്ടത്. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ മലയാളി മനസ്സുകൾ ഒത്തൊരുമിച്ച് ദുരന്തത്തിൽ നിന്നും കരകയറിയത് മലയാളി എന്ന നിലയിൽ തികച്ചും അഭിമാനകരമായ നിമിഷങ്ങൾ തന്നെ. പ്രത്യേകം എടുത്തു പറയേണ്ടത് കേരളത്തിലെ ന്യൂ ജനറേഷനെ കുറിച്ചാണ്. വളരെ പ്രതീക്ഷാ നിർഭരമാണ് അവരുടെ പ്രവർത്തികൾ. കേരളത്തിൻ്റെ ഭാവി ന്യൂ ജനറേഷനിൽ ഭദ്രമാണെന്ന് ദുരിതാശ്വാസ പ്രവർത്തനത്തിലൂടെ അവർ തെളിയിച്ചു തന്നു. ദുരന്തത്തിൻ്റെ വ്യാപ്തി വലുതാണ്. എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും കൂടുതൽ ദുരിതബാധിതരെ സഹായിക്കണമെന്നുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഇപ്പോൾ ലഭിക്കുന്നത് ചെറിയ വരുമാനമാണ്. കൃത്യമായ ഇടവേളകളിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് വരുമാനം കൂടുതൽ ലഭിക്കാത്തത്. അതിനായി ആഴ്ചയിൽ 1-2 വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യണം. എൻ്റെ സമയവും സാഹചര്യവും എന്നെ അതിനനുവദിക്കുന്നില്ല. എങ്കിലും ഭാവിയിൽ യൂട്യൂബിലൂടെയുള്ള വരുമാനം തീർച്ചയായും കൂടിക്കൊണ്ടിരിക്കും. കിട്ടുന്ന വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കായി മാറ്റിവെക്കണമെന്നാണ് എൻ്റെ താല്പര്യം. ഇത്തവണത്തെ എൻ്റെ യാത്ര ചിത്രദുർഗിലേക്കായിരുന്നു. ചിത്രദുർഗ് പേര് പോലെ തന്നെ പിക്ചറസ്ക്യൂ ഫോർട്ട് എന്നാണ് കന്നഡയിൽ അർത്ഥമാക്കുന്നത്. വേദാവതി നദിയുടെ ഒരു താഴ്വരയുടെ മധ്യത്തിലാണ് ചിത്രദുർഗ് ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. കർണാടക സംസ്ഥാനത്തിലെ ചിത്രദുർഗ് ജില്ലയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയാണ് ചിത്രദുർഗ് ഫോർട്ട്. ഏകദേശം 1500 ഏക്കർ സ്ഥലത്താണ് ഈ കോട്ട വ്യാപിച്ചു കിടക്കുന്നത്. ഹംപിയിൽ നിന്ന് 120 കിലോമീറ്ററും മൈസൂരിൽ നിന്ന് റോഡ് മുഖാന്തരം 260 കിലോമീറ്ററും റെയിൽ മുഖാന്തരം 434 കിലോമീറ്ററും ബാംഗ്ലൂരിൽ നിന്ന് 200 കിലോമീറ്ററും അകലെ ചിത്രദുർഗ് സ്ഥിതി ചെയ്യുന്നു. കോഴിക്കോട് നിന്നും KSRTCയിൽ കയറി ബാംഗ്ലൂരിലെ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി. അവിടെ നിന്നും മജസ്റ്റിക് ബസ് സ്റ്റാൻഡിലേക്ക് സിറ്റി ബസ് കയറി. ചിത്രദുർഗയിലേക്കുള്ള ബസ് ബാംഗ്ലൂരിലെ മജസ്റ്റിക് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ലഭിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് ഹുബ്ലിയിലേക്കുള്ള മാർഗമധ്യയാണ് ചിത്രദുർഗ് സ്ഥിതി ചെയ്യുന്നത്. ഹുബ്ലിയിലേക്കുള്ള ബസ് കയറി ഏകദേശം 4.5 മണിക്കൂർ കൊണ്ട് ചിത്രദുർഗയിലെത്തും. 212 രൂപയാണ് ബസ് ചാർജ്. ബസ്സിൽ വെച്ച് ഒരാളെ ഞാൻ പരിചയപ്പെട്ടു. പേര് ഹരീഷ്. ചെല്ലക്കരൈ ആണ് വീട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട് ചിത്രദുർഗയിലാണ്. ITI കഴിഞ്ഞ ഒരു കോൺട്രാക്ട് സൂപ്പർവൈസർ. ബാംഗ്ലൂരിൽ പോയി തിരിച്ചു വരുന്ന സമയമാണ്. ചിത്രദുർഗയിൽ എത്തുമ്പോഴേക്കും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം സമയം പുലർച്ചെ 1:30 മണിയോടടുക്കും. ചിത്രദുർഗയിലെ താമസ സൗകര്യത്തെക്കുറിച്ച് ഹരീഷിനോട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു. താമസ സൗകര്യം ലഭിച്ചില്ലെങ്കിൽ വീട്ടിൽ തങ്ങാം എന്ന് ഞാൻ ഹരീഷിനോട് പറഞ്ഞു. KSRTC ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. ഒരു ലോഡ്ജ് കണ്ണിൽപ്പെട്ടു. ആ സമയം ഹരീഷിനെയും കാത്ത് വണ്ടിയുമായി ഭാര്യാപിതാവ് കാത്തുനിൽപ്പുണ്ടായിരുന്നു. കുഴപ്പമില്ലാത്ത ലോഡ്ജാണെന്ന് ഹരീഷിൻ്റെ ഭാര്യാപിതാവ് ഞങ്ങളോട് പറഞ്ഞു. ചിത്രദുർഗ് വിട്ടു പോകുന്നതിന് മുമ്പ് തൻ്റെ ഗ്രാമം സന്ദർശിക്കണമെന്ന് ഹരീഷ് എന്നെ ഓർമ്മിപ്പിച്ചു. അവരോട് നന്ദി പറഞ്ഞു ലോഡ്ജിലേക്ക് ഞാൻ കയറി. പിറ്റേന്ന് രാവിലെ 7 മണിയോടെ റൂമിൽ നിന്നിറങ്ങി ചിത്രദുർഗ് ഫോർട്ട് ലക്ഷ്യമാക്കി നടന്നു. മെയിൻ സിറ്റിയിൽ നിന്നും 1 കിലോമീറ്റർ ദൂരത്തിലാണ് ചിത്രദുർഗ് ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. പ്രവേശന ഫീസ് ഇന്ത്യക്കാർക്ക് 15 രൂപയും വിദേശികൾക്ക് 400 രൂപയുമാണ്. സാധാരണ സ്റ്റിൽ ക്യാമറയ്ക്കും മൊബൈൽ ക്യാമറയ്ക്കും അനുവാദമുണ്ടെങ്കിലും DSLR വീഡിയോ ക്യാമറകൾക്ക് വിലക്കുണ്ട്. ചിത്രീകരിക്കണമെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ ആവശ്യമാണ്. ടിക്കറ്റ് കൗണ്ടറിലെ സ്റ്റാഫുമായി സംസാരിച്ചപ്പോൾ ആദ്യം അനുവദിച്ചില്ലെങ്കിലും പിന്നീട് സാങ്ഷൻ റെസിപ്റ്റ് തന്നു. മറ്റ് ആർക്കിയോളജിക്കൽ ഇടം പോലെ തന്നെ ഇവിടെ ട്രൈപോഡ് യൂസ് ചെയ്യാൻ പാടുള്ളതല്ല. ഞാൻ സന്ദർശിച്ച വേളയിൽ ചാറ്റൽ മഴയുടെ സാന്നിധ്യം നല്ലപോലെ ഉണ്ടായിരുന്നു. ചില സമയങ്ങളിൽ ചാറ്റൽ മഴ എന്നെ വല്ലാതെ ശല്യപ്പെടുത്തി.
മഴമേഘങ്ങൾ കുന്നുകൾക്ക് മീതെ ഉരുണ്ടുകൂടി. ഇടയ്ക്ക് മഴമേഘങ്ങൾ അന്തരീക്ഷത്തെ ഇരുട്ടിലാക്കി. പിന്നെ ശക്തമായ കാറ്റിനൊപ്പം അവ പറന്നകന്നു. ചാറ്റൽ മഴ കാരണം ചിത്രദുർഗ് ഫോർട്ടിന്റെ സൗന്ദര്യം നന്നായി പകർത്താനായില്ല. ചിത്രദുർഗ് ഫോർട്ട് 11-ാം നൂറ്റാണ്ടിനും 13-ാം നൂറ്റാണ്ടിനും ഇടയിൽ ചാലൂക്യ രാജവംശവും ഹൊയ്സാല രാജവംശവും പിന്നീട് വിജയനഗര സാമ്രാജ്യ രാജവംശത്തിലെ ചിത്രദുർഗ് നായകന്മാരും ഉൾപ്പെടുന്ന കാലഘട്ടത്തിലാണ് ഈ കോട്ടയുടെ നിർമ്മാണം. 1779-ൽ ടിപ്പുവിന്റെ പിതാവായ ഹൈദരലി ചിത്രദുർഗ് കോട്ട പിടിച്ചടക്കി. പിന്നീട് ടിപ്പു സുൽത്താനും ഈ കോട്ട ഭരിച്ചു. 20 വർഷത്തിനു ശേഷം 1799-ൽ ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താനിൽ നിന്നും ഈ കോട്ട പിടിച്ചെടുത്തു. കോട്ട, മസ്ജിദ്, ധാന്യപുര, എണ്ണ, ജലം തുടങ്ങിയവയുടെ സംഭരണികൾ, പുരാതന ക്ഷേത്രങ്ങൾ എന്നിവ അടങ്ങിയതാണ് ചിത്രദുർഗ് ഫോർട്ട്. ഹൈദരലിയുടെ ഭരണകാലത്താണ് ഇന്ന് കാണപ്പെടുന്ന മസ്ജിദ് കൂട്ടിച്ചേർത്തത്. മുകളിലത്തെ കോട്ടയിൽ 18 ക്ഷേത്രങ്ങളും താഴത്തെ കോട്ടയിൽ ഒരു വലിയ ക്ഷേത്രവുമുണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്ന അതിമനോഹരമായ ക്ഷേത്രമാണ് ഹിഡംബേശ്വര ക്ഷേത്രം. ചാലൂക്യ, ഹൊയ്സാല, വിജയനഗര രാജാക്കന്മാരുടെ കാലത്തെ കൊത്തുപണികൾ കോട്ടയുടെ ചുറ്റുവട്ടത്തായി കാണാം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് മഴവെള്ള ജലസംഭരണിയാണ്. റെയിൻ ഹാർവസ്റ്റ് സിസ്റ്റം. മഴവെള്ളത്തെ അതിവിദഗ്ധമായി നമ്മെ ആശ്ചര്യപ്പെടുത്തും വിധം പ്രയോജനപ്രദമാക്കാനുള്ള അക്കാലത്തെ സമ്പ്രദായം വളരെ പ്രശംസനീയമാണ്. കോട്ടയുടെ ഓരോ ഭാഗങ്ങളിലെയും താഴ്ചയ്ക്കനുസൃതമായി നിർമ്മിക്കപ്പെട്ട വലിയ കുളങ്ങൾ, ഒന്ന് നിറഞ്ഞാൽ അത് കവിഞ്ഞ് അടുത്ത കുളത്തിലേക്ക് ഒഴുകുന്ന രീതി. ഇങ്ങനെ ഒരു 5-6 കുളങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുളമാണ് ഒനാക്കി ഒബാവ കിണ്ടി. പാറയുടെ നടുവിലായി വെള്ളം കെട്ടി നിർത്തുന്നു. ഈ പ്രത്യേകത കടുത്ത വേനലിൽ പോലും വെള്ളത്തിന് ഒരു തരത്തിലും ക്ഷാമം അനുഭവപ്പെടാറില്ല. അതിശയോക്തിയല്ല. ചരിത്രം പറയുന്നത് 12 വർഷക്കാലം ഇവിടെ മഴ പെയ്തില്ലെങ്കിൽ പോലും ജലക്ഷാമം അനുഭവപ്പെടാത്ത തരത്തിൽ സംരക്ഷിക്കാനുള്ള കഴിവ് ഈ ജലസംഭരണികൾക്കുണ്ടെന്നാണ്. ഈ കോട്ട ഒന്ന് നടന്നു കാണണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 3-3.5 മണിക്കൂറെങ്കിലും ആവശ്യമാണ്. ഒരുപാട് വഴികളുള്ളത് കൊണ്ട് ചെറുതായി കൺഫ്യൂഷൻസും വന്നുകൂടായില്ല. ഒരു ഗൈഡിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. 300-400 രൂപയ്ക്ക് നല്ലൊരു ഗൈഡിനെ കിട്ടും. ഗൈഡിൻ്റെ സഹായം തേടാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് കോട്ടയെക്കുറിച്ച് ഡീപ്പായി അടുത്തറിയാൻ ഒരു ഗൈഡ് ഉള്ളത് നല്ലതാണ്. മൂന്ന് 4 മണിക്കൂർ ചെലവഴിക്കേണ്ടതുകൊണ്ട് കുടിവെള്ളം നല്ലപോലെ കരുതുക. 7 കുന്നുകൾക്ക് നടുവിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ചരിത്രത്തെ സ്നേഹിക്കുന്നവർക്ക് ഈ പ്രദേശം ഒരു നല്ല അനുഭവം തന്നെ സൃഷ്ടിക്കും. കോട്ട രാവിലെ നേരത്തെ സന്ദർശിക്കുന്നതാണ് ഉചിതം. കഠിനമായ വെയിൽ നമ്മെ തളർത്തിയേക്കും. കൂടെ കുട കരുതുന്നത് നല്ലതാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലായതിനാൽ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് സന്ദർശന സമയം. സാഹസികത ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് ഇവിടം അനുയോജ്യമായ ഇടം തന്നെ. ഒരു കുന്നിന് മുകളിലേക്കുള്ള കുത്തനെയുള്ള കയറ്റം കാണുന്ന ആരെയും ആശ്ചര്യപ്പെടുത്തും. പാറയിൽ കുത്തിയെടുത്ത ചെറിയ ഇടങ്ങളിൽ കാൽ പതിപ്പിച്ച് കയറാനാകും. ആ ദൃശ്യം നമുക്ക് അല്പം അപകടകരമായി തോന്നും. ശ്രദ്ധയോടെ കയറുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നിരവധി പേർ കയറുന്നുണ്ടായിരുന്നു. ഗൈഡിനോടൊപ്പമുള്ളവരാണ് കൂടുതലും കയറുന്നത്. എനിക്കും കയറണമെന്നുണ്ടായിരുന്നു. പക്ഷേ ക്യാമറയും തൂക്കി കയറുക ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. അതുകൊണ്ട് ആ ശ്രമം ഞാൻ ഉപേക്ഷിച്ചു. ഇടയ്ക്കിടെയുള്ള ചാറ്റൽ മഴ എൻ്റെ സുഖകരമായ ചിത്രീകരണത്തിന് വിഘാതം സൃഷ്ടിച്ചു. എങ്കിലും കുറേയേറെ ചിത്രദുർഗ ഫോർട്ട് പകർത്താനായി. വീണ്ടും മഴയെന്ന് കേൾക്കുമ്പോൾ കേരളം അനുഭവിച്ച മഹാപ്രളയമാണ് ഓർമ്മയിലേക്ക് കടന്നു വരുന്നത്. ഈ നൂറ്റാണ്ടിൽ കേരളം നേരിട്ട ഏറ്റവും വലിയ ദുരന്തം. ഈ പ്രളയത്തിൽ ജീവൻ പൊലിഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഈ വേളയിൽ ഞാൻ സ്മരിക്കുന്നു. ഇപ്പോഴും പ്രളയ ദുരന്തത്തിൽ നിന്നും കരകയറിയിട്ടില്ലാത്ത എൻ്റെ സഹോദരങ്ങളുടെ വേദനയിൽ പങ്കുചേർന്നുകൊണ്ട്
ചിത്രദുർഗ് കോട്ടയിലെ എൻ്റെ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു. സ്നേഹത്തോടെ പ്രസൂൺ ബാനർജി.